എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂൺ 16 തിങ്കളാഴ്ച. വളരെയധികം ആശങ്കകളോടുകൂടിയാണ് നമ്മളിന്ന് മാർക്കറ്റിലേക്ക് പ്രവേശിച്ചതെങ്കിലും രാവിലെ തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഏഷ്യൻ മാർക്കറ്റുകളിൽ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ചൂട് പിടിച്ച് ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്നൊരു പോസിറ്റീവായാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നടത്തി ഒരു ഗ്രീനിൽ തന്നെ കണ്ടിന്യൂ. ഒരു സമയത്ത് ഒരു 40 പോയിൻറ്റോളം അല്ലെങ്കിൽ ഒരു 50 പോയിൻറ്റോളം നെഗറ്റീവിലേക്ക് പോയെങ്കിലും പിന്നീട് നല്ല രീതിയിൽ തിരിച്ചു കയറുന്നതാണ് കണ്ടത്. എന്നിരുന്നാലും യുദ്ധ സാഹചര്യത്തിൽ ഇപ്പോൾ എത്രത്തോളം റിക്കവർ ആകും എന്നുള്ള ഒരു ഭയം കൊണ്ട് കാൾ സൈഡിലേക്ക് പോകാനുള്ള പേടി. അതുകൊണ്ട് തന്നെ കൂടുതലും കാൾ സൈഡിലേക്ക് ഇന്ന് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഇതിനു മുമ്പുള്ള പരിചയം വെച്ച് എപ്പോഴും മാർക്കറ്റ് ക്രാഷ് ആവുന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ഏകദേശം ഒരു 1.5 വർഷമായിട്ടിപ്പോൾ മാർക്കറ്റിനൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാൽ കാര്യമായ ഒരു ചലനമില്ലാത്ത ഒരു രൂപത്തിൽ, ഞങ്ങൾ ഇതെത്ര കണ്ടതാണ് എന്നുള്ളൊരു രൂപത്തിലാണ് മാർക്കറ്റ് പ്രതികരിക്കുന്നത്. ഏതായിരുന്നാലും അത് നല്ലൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു വഴിയിലേക്ക് മാറി. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾക്കിടയിലാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു സ്ഥിരത നിലനിർത്തിയത്. മാത്രമല്ല ഒരു 227 പോയിൻറ്റോളം മുകളിലേക്ക് വരികയും ചെയ്തു. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 81,865 എന്ന ഇൻട്രാഡേയിലെ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 677 പോയിൻ്റ് പോസിറ്റീവിൽ 81,796 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും അതേപോലെ തന്നെ 227 പോയിൻ്റ് പോസിറ്റീവിൽ 24,940 ക്ലോസ് ചെയ്തു. ബ്രോളർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.93%, അതുപോലെ സ്മോൾ ക്യാപ്പ് 0.95% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ്. നിഫ്റ്റി IT, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ എന്നിവ 1.5% മുതൽ 1.32% എന്നിങ്ങനെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക്, എനർജി, മീഡിയ, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫാർമ എന്നിവയും ഇന്ന് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിൽ 27 എണ്ണവും ഇന്ന് പോസിറ്റീവിലാണ്. ടാറ്റ മോട്ടോഴ്സ്, സംഫാർമ, അദാനി പോർട്സ് എന്നിവ മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും കൂടുതലാണ് ഇന്ന് നഷ്ടം നേരിട്ടിരിക്കുന്നത്. 3.76% ഇന്ന് മൈനസിലേക്ക് പോയത്. എന്നിരുന്നാലും ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ബ്രെൻഡ് ക്രൂഡ് ഓയിലിന് 0.6% കുറഞ്ഞ് ബാരലിന് $72.5 എത്തി നിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ വിക്സ് 1.6% ഇടിഞ്ഞ് 14.83 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വൻകിട ഓഹരികളിലെ നേട്ടങ്ങളുടെ പിന്തുണയോടെ ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് വരികയാണ് ചെയ്തത്. ഒരു അസ്ഥിരമായ സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ലോങ് ടേം അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ സംഭവവികാസങ്ങൾ ചെറിയ ഒരു സമയത്തേക്കെങ്കിലും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ സ്വാധീനിക്കാനിടയുണ്ട്. കൂടാതെ വളർച്ച കുറയുന്നതിൻ്റെ സൂചനകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ചെറുകിട സ്റ്റോക്കുകൾ, അതായത് പ്രൈസ് കുറവായിട്ടുള്ള സ്റ്റോക്കുകൾ കുറച്ചു കാലത്തേക്ക് ഒരു മോശം പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ ശക്തമായ നേട്ടങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് വരാനിരിക്കുന്ന US ഫെഡ് നയ പ്രതീക്ഷയിൽ IT സെക്ടർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് വീക്ഷണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ഈ യുദ്ധ സാഹചര്യത്തിൽ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ച് മികച്ച മുന്നേറ്റമാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയത്. ക്രൂഡിൻ്റെയും സ്വർണത്തിൻ്റെയും വില ഉയരുന്നതിനിടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കൂടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ക്രൂഡ് ഓയിൽ അല്പം സ്ലൈറ്റ്ലി ഡൗൺ സൈഡിലേക്ക്, അതായത് ഇപ്പോൾ $70 എത്തിയിട്ടുണ്ട്. ഇനിയും കുറയാനാണ് സാധ്യത. ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോർണിംഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രൂഡ് ഓയിൽ വില താഴ്ന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്.
എന്നാൽ ഇന്നത്തെ ഈ ഒരു റീബൗണ്ട് മാർക്കറ്റിനെ ഒന്നും നമ്മൾ സ്ഥിരമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നിന്ന് ഉടലെടുത്ത ആ ഒരു അനിശ്ചിതത്വമുണ്ടല്ലോ, അത് മൊത്തത്തിൽ വേൾഡ് മാർക്കറ്റിനെ തീർച്ചയായും സ്വാധീനിക്കും. അത് അപകട സാധ്യത സൃഷ്ടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമ്മുടെ മാർക്കറ്റിന് എന്നല്ല, മൊത്തത്തിൽ ഒരു പരിഭ്രാന്തിയില്ല. കാരണം ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ മാത്രമേ അത് മാർക്കറ്റുകളെ സാരമായി ബാധിക്കുകയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഇനിയും വലിയ വർധനവിന് കാരണമാകും. ഏതായിരുന്നാലും ഇപ്പോൾ ഇതിന് സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ യുദ്ധം നിർത്താനുള്ള, വെടിവെപ്പ് നിർത്താനുള്ള തീവ്രമായ പരിശ്രമത്തിനിടയിലാണ്. മൊത്തത്തിൽ മാർക്കറ്റുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ഥിതി ഒരു സുസ്ഥിരമാണെങ്കിലും ഈ പശ്ചിമേഷ്യയിലെ സ്ഥിതി വഷളാകുകയോ അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ വില നേരത്തെ പറഞ്ഞ രൂപത്തിൽ കുത്തനെ ഉയരുകയോ ചെയ്താൽ വീണ്ടും ചാഞ്ചാട്ടം വേഗത്തിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി 24,700, 24,800 എന്നീ സോണുകൾ സപ്പോർട്ട്, മേജർ സപ്പോർട്ട് ലെവലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളിലേക്ക് വരുമ്പോൾ 24,755 നമ്മൾ റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 24,737 24,755 നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയി, റെസിസ്റ്റൻസ് ലെവലിന് മുകളിലേക്ക് പോയി, പിന്നീട് താഴെ വന്നു. ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെക്നിക്കൽ പ്രകാരം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 200 പോയിൻറ്റിൻ്റെ റാലി നടന്നിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് 55,693 690 ആ റേഞ്ചിലാണ് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞിരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് രാവിലെ 55,565 അതിനുശേഷം താഴെ വന്ന് 55,380 വരെ വന്നതിന് ശേഷം തിരിച്ച് കയറുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ റീടെസ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് ക്യാൻഡിൽ, അതിനുശേഷം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 250-260 പോയിൻറ്റ് അതിലും റാലി നടന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി വീക്ഷിക്കുന്നവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെൻസെക്സിലും 81,250 നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞത്. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 81,035 അതിനുശേഷം മുകളിലേക്ക് പോയി അല്പം താഴേക്ക് വന്ന് വീണ്ടും നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ 580 പോയിൻറ്റിൻ്റെ റാലി സെൻസെക്സിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നാളേക്ക് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റാലി ലഭിക്കുന്നത്. അപ്പോൾ എന്ത് സെൻറ്റിമെൻറ്റ്സാണ്, അതായത് നമുക്ക് ഏതൊരു തരത്തിലുള്ള യുദ്ധമാണെങ്കിലും മറ്റുള്ള ഏത് പ്രയാസങ്ങൾ വരികയാണെങ്കിലും നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ റാലി നടത്തിയതുപോലെ എന്നും ഇതുപോലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളൂ. വല്ലപ്പോഴുമൊക്കെ വിപരീതമായും സംഭവിച്ചിരിക്കാം. കാരണം ഇപ്പോൾ 81,250 ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം അല്പം മുകളിലേക്ക് പോയി താഴേക്ക് വരാനുള്ള സാധ്യതകളും ഇതുപോലുള്ള ടെൻഷൻ സമയങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലായും ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ മറികടക്കുമ്പോൾ അത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ സ്ട്രാറ്റജി നിങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് റെസിസ്റ്റൻസ് ലെവൽ 81,880 സെൻസെക്സിൽ റെസിസ്റ്റൻസ് ലെവൽ. അതാവുമ്പോൾ സപ്പോർട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് 80,999 81,000 സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 56,180 സപ്പോർട്ട്. 55,427 അല്ലെങ്കിൽ 425 ആ ഒരു ലെവൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം.
നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 25,020 നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ്. സപ്പോർട്ടായിട്ട് ഈ ഒരു സോണിലാണ് നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് 24,825. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെയും വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്ക് നാളെ പ്രധാനമായും ഒരു റെസിസ്റ്റൻസ് സോണി എന്ന് പറയുന്നത് 25,100. ഈ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു സോണിലായിരിക്കും 25,095, 25,100. അതിന് ശേഷം ഈ 25,200 ആ ഒരു റേഞ്ചിലുമാണ് നാളെ നമുക്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ളത്. അതേസമയം സപ്പോർട്ടായിട്ട് നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് 24,820, 24,820 അതിനുശേഷം സപ്പോർട്ട് ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,700. നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സോണ് നിങ്ങൾ പ്രത്യേകം വാച്ച് ചെയ്യുക. ഇവിടെ 25,100 മുതൽ 25,150 വരെ ഒരു ക്രിട്ടിക്കൽ സോണ് തന്നെയാണ്. അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ അവിടെ നിങ്ങൾ ഒരു വേള നിങ്ങൾ അവിടെ ഇപ്പോൾ ഈ ഒരു 25,100 ബ്രേക്ക് ചെയ്താൽ തന്നെ അവിടെ ഒരു 25,150, 25,160 വരെ അല്ലെങ്കിൽ 25,200 വരെ തന്നെ ട്രേഡുകളൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും സേഫ് എന്നാണ് വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.